ഏതെല്ലാം ഭാഷകളിലേക്കാണ് അതിനെ വിവർത്തനം ചെയ്യുന്നത്. മറ്റൊരിടത്ത് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഈമാനുള്ള ജനങ്ങളെ നിങ്ങൾ തഖ്വ ചെയ്യണം. എന്നിട്ടോ അല്ലാഹു തആല തുടർന്ന് പറയാണ്, വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായ നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. ഖൗലൻ സദീദാ, നല്ല ശരിയായ തെറ്റില്ലാത്ത വാക്കുകൾ നിങ്ങൾ പറയണം. തോന്നിയതുപോലെ നിങ്ങൾ പറയാൻ പാടില്ല. ഇത് ശരിയാണ്, 100% ശരിയാണെന്ന് തോന്നുന്നത് അറിഞ്ഞത് മാത്രമേ നിങ്ങൾ പറയാവൂ. അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് ശരിയായ വാക്കുകളെ, ശരിയായ വിഷയങ്ങളെ, ശരിയായ തീരുമാനങ്ങളെ പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് തഖ്വയെ കൂടെ ഈ വാക്കും അല്ലാഹു തആല പറഞ്ഞത്, വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായ കറക്റ്റുള്ള വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. എവിടെ സംസാരിക്കുമ്പോഴും, കുടുംബത്തിൽ സംസാരിക്കുമ്പോഴും, അയൽക്കാരോട് സംസാരിക്കുമ്പോഴും, കൂട്ടത്തിൽ സംസാരിക്കുമ്പോഴും, ചങ്ങാതിമാരോട് സംസാരിക്കുമ്പോഴും, ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോഴും, ഉസ്താദിനോടും ബാപ്പയോടും ഉമ്മയോടും ഭാര്യയോടും മക്കളോടുമൊക്കെ സംസാരിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിയത്, ശരിയാണെന്ന് 100% അറിഞ്ഞത്, സ്വവാബാ ശരിയാണെന്നറിഞ്ഞ വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. എന്തെല്ലാം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പറയാൻ പാടില്ല. അവിടെയും ഇവിടെയും കേട്ടത് നിങ്ങൾ പറയാൻ പാടില്ല. അല്ലാഹുവിനിക്ക് നിങ്ങൾ ഇബാദത്തെടുത്ത് ജീവിക്കുന്നവരാണോ? എന്നാൽ ഇത് നിങ്ങൾ പാലിക്കേണ്ടവരാണ്. ഞങ്ങൾക്കെന്തും കഴിയും, എന്തു പറഞ്ഞാൽ ഇവിടെ നടക്കും, ഏത് തോന്നിവാസവും വിളിച്ചു പറയാനുള്ള അധികാരമുണ്ട്. എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറയുന്ന രൂപത്തിലേക്ക്, ആ രൂപത്തിലേക്ക് എന്തും വിളിച്ചു പറയാം. ഇസ്ലാമിനെ എന്തും കെട്ടിച്ചുമത്താം. ഇസ്ലാമിൽ അതേ ആളുകൾ, ഇന്നത്തെ നിരീശ്വരവാദികൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഖുർആനിലുണ്ടോ? അതേ പരിശുദ്ധമായ ഖുർആനിലുണ്ടോ? അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് പറയുന്ന ഖുർആനിലുണ്ടോ എന്ന് പലരും നിന്ന് ചോദിക്കാറുണ്ട്. അറിയാത്ത പൊട്ടന്മാരാണവർ, അറിയാത്ത വിഡ്ഢികളാണവർ. ഖുർആൻ എടുത്തൊന്ന് ഓതി നോക്ക്, ഖുർആൻ എടുത്തൊന്ന് പഠിച്ചു നോക്ക്. പരിഭാഷകൾ മാത്രം നോക്കിയത് കൊണ്ട് ഖുർആനിന്റെ മാനുഷികത മനസ്സിലാക്കാൻ കഴിയില്ല, ഖുർആനിന്റെ നന്മകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇരുന്ന് പഠിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി, അതറിയുന്ന പണ്ഡിതന്മാരെടുത്തു പോയി, അതറിയുന്ന ആലിമീങ്ങൾ എടുത്തു പോയിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനായും പരിശുദ്ധമായ ഖുർആനിലുണ്ട്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എന്ത് പറയണം, മനുഷ്യൻ എന്ത് ചെയ്യണം, മനുഷ്യനെ കാണണം, ബാപ്പയെ എങ്ങനെ പരിഗണിക്കണം, ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം, ഗുരുവര്യന്മാരെങ്ങനെ കാണണം എന്നെല്ലാം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. പോരാ, പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ ഒന്ന് പറയട്ടെ, വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായ വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ആജ്ഞാപനമാണ്, നിർദ്ദേശമാണ്. മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കാണ്. ഇതേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ നല്ലൊരു ഉപദേശമാണ്. വഖൂലൂ ഖൗലൻ സദീദാ, സൂറത്തുൽ അഹ്സാബിന്റെ 70-ാമത്തെ ആയത്താണ്.
എന്നിട്ടാണ് പറയുന്നത് ഖുർആനിൽ ഒന്നുമില്ല നല്ലതെന്ന് പറഞ്ഞിട്ട്. നിനക്കറിയാത്തത് ഞങ്ങൾ എന്ത് പഠിച്ചു, നിനക്കറിയാത്തത് കൊണ്ട് ഖുർആൻ എന്ത് പഠിച്ചു? അറിയണം മനുഷ്യരെ, ലോക ജനതക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ അതേ നയങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിഷയങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. ഇരിക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല. നല്ല മനുഷ്യനാവണം, നല്ല വ്യക്തിത്വം ഉണ്ടാകണം. അതിനാണ് നല്ല ശരിയാണെന്ന് തോന്നിയ വാക്കുകൾ മാത്രമേ പറയാവൂ. സുബ്ഹാനല്ലാഹ്, ഇന്ന് അതിന്റെ കാലമല്ലല്ലോ. സ്റ്റേജ് കിട്ടിയാൽ തോന്നിയത് പറയുന്ന കാലമാണ്. അതുപോലെ തന്നെ നേതാക്കളെ ചീത്ത പറയുന്ന കാലമാണ്. പണ്ട് കാലത്തുള്ള സംഭവം ഇന്നൊരാൾ നന്മ ചെയ്യുമ്പോൾ അവർക്കെതിരെ ഉദ്ധരിക്കുന്ന കാലമാണ്. അങ്ങനെ ഒന്നും ആയിക്കൂടെ, നല്ലതേ പറയാവൂ. അവന്റെ ചെറുപ്പകാലഘട്ടത്തിൽ എന്തും നടന്നോട്ടെ, അവൻ ഏത് തെറ്റും ചെയ്തോട്ടെ, ഇന്ന് നല്ലവനായി വളരുന്നുണ്ടോ, നല്ലതിന് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ടോ, പള്ളിയുമായി നല്ല ബന്ധമുണ്ടോ, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടോ, അതേ സ്ഥാപനങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ, മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നുണ്ടോ, എന്നാൽ അവനെ സപ്പോർട്ട് ചെയ്തോളൂ. അവിടെയും അവനെതിരെ കുതിര കയറണ്ട. അവന്റെ പെതേ മുൻകാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു അവനെ താറടിക്കണ്ട പറയണം. ഇത് ഈമാനുള്ള മനുഷ്യന്റെ ഒരു വാക്ക്, ഇതേ അവന്റെ ജീവിതത്തിന്റെ ഒരു ശൈലിയാണ്. അവൻ മുറുകെ പിടിക്കേണ്ട ഒരു ആശയമാണ്, ആദർശമാണ് നല്ലത് പറയുക എന്നത്. ഇന്ന് പലരും കാണാം, ഭാര്യ ഭർത്താക്കളിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതേ ത്വലാഖിന്റെ അരികിലേക്ക് എത്തുമ്പോ അവളിലുണ്ടായിരുന്ന തെറ്റായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാണ്. അതല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. എന്തേ കാരണം? ത്വലാഖ് വേണം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം, ഇവനെ കൊടുക്കണം, ഇവനെ തോൽപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് അവിടെ ഇല്ലായ്മ പറയരുത്, ഇല്ലാ കഥകൾ പറയരുത്, സത്യത്തിനെതിരായിട്ടൊന്നും പറയരുത്. അങ്ങനെ ഒരു ജീവിതം മുസ്ലിമിനിക്കില്ല, ഈ മുഅ്മിനായ മനുഷ്യനിക്കില്ല. നല്ലതേ പറയണം മോനെ. അങ്ങനെ ജീവിച്ചാലോ, അങ്ങനെ ജീവിച്ചാൽ കിട്ടുന്ന ഗുണമെന്താണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല തന്നെ പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ.